എറണാകുളം ചേന്ദമംഗലം കൂട്ടക്കൊലപാതകത്തിൽ പ്രതി ഋതു ജയൻ കൊലപാതകം നടത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് വീട്ടിലെത്തിയതെന്ന് എഫ്ഐആർ പറയുന്നു. എഫ്ഐആറിന്റെ പകർപ്പ് 24 കിട്ടി. ശ്യാംകുമാർ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ശ്യാം, കൂടുതൽ വിവരങ്ങൾ. ഏറ്റവും പുതിയ വിവരം, പ്രതിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ആ മൊഴിയുടെ വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ പ്രതി മൊഴിയായി നൽകിയിരിക്കുന്നത് ലക്ഷ്യമിട്ടത് ആ വീട്ടിലുണ്ടായിരുന്ന ജിതിനെയാണ്. ജിതിനെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ആ വീട്ടിലേക്ക് എത്തിയത്. ഇത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് വേണുവിനെയും ഭാര്യയെയും കയ്യിൽ കരുതിയിരുന്ന ബൈക്കിന്റെ കമ്പി കൊണ്ട് തലക്കടിച്ചത്. ഇത് കണ്ട് ഓടിയെത്തിയപ്പോഴാണ് ജിതിന്റെ ഭാര്യ വിനിഷയുടെയും തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയും കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് കുത്തുകയും ചെയ്തതെന്നുള്ളതാണ് പ്രതി മൊഴി നൽകിയിരിക്കുന്നത്. ജിതിനെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ആ വീട്ടിലേക്ക് എത്തിയത് എന്ന് പ്രതി മൊഴിയിൽ ആവർത്തിക്കുന്നുണ്ട്. മറ്റുള്ളവർ ഇത് തടയാൻ ശ്രമിച്ചപ്പോൾ അവരെയും ആക്രമിക്കുകയായിരുന്നു എന്നാണ് പ്രതി മൊഴി നൽകിയത്. ആ സമയത്ത് അവരുടെ രണ്ട് കുട്ടികളും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ കുട്ടികളെ ആക്രമിക്കാൻ തയ്യാറായില്ല. പക്ഷേ കുട്ടികൾ ഈ കൃത്യത്തിനെല്ലാം സാക്ഷികളാണ്. വലിയ മാനസികാഘാതം ആ കുട്ടികൾക്ക് ഏറ്റിട്ടുണ്ട്. അവരെ ഇപ്പോൾ ബന്ധു വീട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഏതായാലും ഈ പെൺകുട്ടികളുടെ മുന്നിൽ വെച്ചാണ് അവരുടെ അപ്പൂപ്പനെയും അമ്മുമ്മയെയും അമ്മയെയും ഈ പ്രതി കൊലപ്പെടുത്തുകയും അച്ഛന്റെ തലയ്ക്ക് ഗുരുതരമായി അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. ഈ കൃത്യം ചെയ്തത് ആലോചിച്ചുറപ്പിച്ചാണ്. തന്റെ പുറകെ അമ്മ ഓടി വരുന്നുണ്ടായിരുന്നു. പക്ഷേ അമ്മ പറഞ്ഞത് കേൾക്കാതെ വീട്ടിൽ കയറുകയും ആ കതവ് കുറ്റിയിട്ട ശേഷമാണ് ഈ കൃത്യങ്ങൾ ചെയ്തത് എന്നും പ്രതി മൊഴിയിൽ നൽകിയിട്ടുണ്ട്. ഒരു പശ്ചാത്താപവും ഇക്കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് പ്രതിയുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നതെന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ എഫ്ഐആറിൽ കൊലപാതകം ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റങ്ങൾ പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും പ്രതിയെ ഒരു സഹായിക്കുന്ന വസ്തുത, പ്രതി ലഹരിക്ക് അടിമയാണ് എന്നുള്ളൊരു കാര്യം ഇന്നലെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ടായിരുന്നു. ഇത് വിചാരണ ഘട്ടത്തിൽ പ്രതിക്ക് ഏതെങ്കിലും തരത്തിൽ സഹായകരമാകുമോ എന്ന സംശയമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പ്രതി ബാംഗ്ലൂരിൽ നിന്ന് വന്നത്. ബാംഗ്ലൂരിൽ ഉൾപ്പെടെ പ്രതി ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ള വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും കരുതിക്കൂട്ടി വന്ന് കൊലപാതകം ചെയ്യുകയായിരുന്നു. ലക്ഷ്യമിട്ടത് ജിതിനെയാണ് എന്നുള്ള ഒരു വിവരം പ്രതി മൊഴിയായി നൽകിയത്.